ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നേരിട്ടിട്ടുള്ള വലിയൊരു കൺഫ്യൂഷനായിരിക്കും. അതുവരെ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം മുതൽ നിങ്ങളോട് മിണ്ടാതെയാകുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നിങ്ങൾ തലപൊയ്ക്കാറുണ്ട്. ദേഷ്യമാണോ, സങ്കടമാണോ, അതോ ഇനി ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഇങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ വരാം. ഒരു പെണ്ണ് നിങ്ങളോട് പെട്ടെന്ന് മിണ്ടാതെയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ്, ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാകാം. പലപ്പോഴും നിങ്ങൾ നൽകുന്ന പരിഗണന പഴയതുപോലെ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അവൾ മൗനത്തെ ഒരായുധമാക്കി മാറ്റുന്നത്. നിങ്ങൾ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു ചെറിയ പരീക്ഷണമാണിത് എന്ന് പറയാം. അവൾ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ എത്രത്തോളം സങ്കടപ്പെടും എന്ന് അവൾ നിശബ്ദമായിട്ട് നിരീക്ഷിക്കും. നിങ്ങളുടെ തിരക്കിനിടയിൽ അവളെ മറന്നുപോയോ എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വരാം. ഈ സമയത്ത് നിങ്ങൾ അവളെ തേടി വരണമെന്നും വിശേഷങ്ങൾ തിരക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നു. താൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് അവൾ ശ്രമിക്കുന്നത്. സാധാരണ നിലയിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം മൗനം നൽകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. ഈ ഒരു നിശബ്ദതയിലൂടെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അവളിലേക്ക് കൊണ്ടുവരാനാണ് അവൾ നോക്കുന്നത്. സ്നേഹത്തിൻ്റെ കുറവല്ല, മറിച്ച് കൂടുതൽ സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു ആഗ്രഹമാണ് ഇത്. അവളുടെ പ്രസൻസിന് എത്രത്തോളം വിലയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ മുൻകൈയെടുത്ത് സംസാരിക്കുന്നത് അവൾക്ക് വലിയ സന്തോഷം നൽകും. ചുരുക്കത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്നേഹം ഉറപ്പുവരുത്താനുള്ള ഒരു വഴിയാണ് ഇത്. രണ്ടാമത്തെ പോയിന്റ്, മനസ്സിനേറ്റ മുറിവ് അല്ലെങ്കിൽ വിഷമം കൊണ്ടാകാം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ഒരു വാക്കോ അല്ലെങ്കിൽ ചെയ്ത ഒരു പ്രവൃത്തിയോ അവളുടെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ സമയത്ത് സംസാരിച്ചാൽ അത് വലിയ വഴക്കിലേക്ക് പോകുമെന്ന് കരുതി അവൾ സ്വയം നിയന്ത്രിക്കുന്നു. ഉള്ളിലെ സങ്കടം പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ വാക്കുകളേക്കാൾ കൂടുതൽ അവൾ മൗനത്തെ ആശ്രയിക്കുന്നു. താൻ വേദനിച്ചത് നിങ്ങൾ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് അവൾ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാകാം. സ്ത്രീകളുടെ മനസ്സ് വളരെ മൃദുവായതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും അവളെ വല്ലാതെ വേദനിപ്പിക്കും. ദേഷ്യത്തേക്കാൾ കൂടുതൽ നിരാശയായിരിക്കാം അവളുടെ മൗനത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. സംസാരിക്കാൻ ശ്രമിച്ചാൽ കരഞ്ഞു പോകുമോ എന്ന ഭയം അവളെ നിശബ്ദയാക്കുന്നു. തൻ്റെ വികാരങ്ങൾ നിങ്ങൾ വിലമതിക്കുന്നില്ല എന്ന തോന്നൽ അവളിൽ ഉണ്ടാകാം. ഈ സമയത്ത് അവർ ഒരു ഏകാന്തത ആഗ്രഹിക്കുകയും മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുറിവേറ്റ മനസ്സിന് ആശ്വാസം ലഭിക്കാൻ സമയം ആവശ്യമാണെന്ന് അവൾ കരുതുന്നു. പരാതികൾ പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നുന്നു. ആത്മാർത്ഥമായി ഒരു സോറി പറയാൻ നിങ്ങൾ തയ്യാറായാൽ ഈ ഒരു മൗനം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, അമിതമായ ചിന്തകളും സംശയങ്ങളുമാണ്. അതായത് ഓവർ തിങ്കിങ് എന്ന് പറയാം. സ്ത്രീകൾ പൊതുവെ കാര്യങ്ങളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന സ്വഭാവക്കാരാണ്. ബന്ധത്തിൻ്റെ ഭാവി എന്താകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കുമോ എന്നൊക്കെയുള്ള അനാവശ്യ പേടികൾ അവളുടെ ഉള്ളിൽ വരാം. മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങളെ സംശയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത്തരം ചിന്തകൾ അവളെ മാനസികമായി തളർത്തുകയും ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പെരുമാറ്റത്തിൽ വന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവൾ വലുതായി ചിന്തിച്ചു കൂട്ടുന്നു. താൻ ഈ ഒരു ബന്ധത്തിൽ സുരക്ഷിതയാണോ എന്ന ചിന്ത അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിൽ 100 ചോദ്യങ്ങളുണ്ടെങ്കിലും അത് ചോദിക്കാൻ അവൾക്ക് മടി തോന്നും. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അവൾക്ക് ഉണ്ടായേക്കാം. ഈ ഒരു സംശയം കാരണം സ്വാഭാവികമായും അവൾ സംസാരം കുറയ്ക്കാൻ തുടങ്ങുന്നു.
നിങ്ങളുടെ സ്നേഹത്തിൽ സംശയം തോന്നിയാൽ അവൾ പതിയെ ഉൾവലിയാൻ ശ്രമിക്കും. ഉള്ളിലെ യുദ്ധം പുറത്തു കാണിക്കാതെ ഇരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു മൗനം. ഈ സമയത്ത് അവൾക്ക് വേണ്ടത് വ്യക്തമായ മറുപടികളും നിങ്ങളുടെ ഉറപ്പായ സ്നേഹവുമാണ്. 4ാമത്തെ പോയിന്റ്, താല്പര്യക്കുറവ് അല്ലെങ്കിൽ മുൻഗണനകൾ മാറുന്നതാണ്. അതായത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ചിലപ്പോൾ ആ ബന്ധത്തിൽ അവൾക്ക് പഴയ താല്പര്യം തോന്നാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പെട്ടെന്ന് ഒരു ബന്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ സംസാരം കുറച്ച് കൊണ്ടുവരുന്നു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പതിയെ അകലുന്നതാണ് എന്ന് അവൾ കരുതിയേക്കാം. നിങ്ങളിൽ നിന്നുള്ള ഒരു അകലം അവൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത്. അവളുടെ ജീവിതത്തിൽ പുതിയ താല്പര്യങ്ങളോ വ്യക്തികളോ കടന്നു വന്നതാകാം ഇതിന് കാരണം. പഴയതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നത് അവൾക്ക് ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടാകാം. മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ വൈകുന്നതും സംസാരം ഒഴിവാക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ പ്രസൻസ് അവൾക്ക് ഇപ്പോൾ പഴയ സന്തോഷം നൽകുന്നില്ലായിരിക്കാം. ഈഗോ ഇല്ലാതെ തന്നെ അവൾ നിങ്ങളിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടാകാം. ബന്ധത്തിൻ്റെ ആവേശം കുറയുമ്പോൾ സ്വാഭാവികമായും മൗനം കൂടി വരുന്നു. ഈ ഒരു മാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറിക്കൊടുക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. സ്നേഹം ഒരിക്കലും നിർബന്ധിച്ചു വാങ്ങേണ്ട ഒന്നല്ല. 5ാമത്തെ പോയിന്റ്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണമാകാം. എല്ലാ മൗനവും നിങ്ങളോടുള്ള ദേഷ്യമോ പ്രശ്നമോ കൊണ്ടാകണമെന്നില്ല. കുടുംബപരമായ ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായ വിഷമങ്ങളോ അവളെ അലട്ടുന്നുണ്ടാകാം. പഠനത്തിലോ ജോലിയിലോ ഉള്ള സമ്മർദ്ദം കാരണം അവൾക്ക് സംസാരിക്കാൻ മാനസികാവസ്ഥ ഇല്ലാതെയിരിക്കാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണവും അവൾക്ക് പഴയ ഊർജത്തോടെ സംസാരിക്കാൻ കഴിയില്ല. സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സമയം കണ്ടെത്തുന്നതിനിടയിൽ അവൾ ചിലപ്പോൾ നിങ്ങളെ മറന്നുപോകാം. തന്നെ അലട്ടുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ അവൾക്ക് മടി തോന്നിയിട്ടുണ്ടാകാം. മറ്റൊരാളുടെ മുന്നിൽ തളർന്നു നിൽക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും അവൾ മൗനം പാലിക്കാം. ഈ ഒരു സമയത്ത് അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സമാധാനവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ്. വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുക. താൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ അവൾക്ക് നൽകാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. സാഹചര്യം മാറുന്നതോടെ അവൾ പഴയതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. പരസ്പര വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളെ എളുപ്പത്തിൽ മറികടക്കാം. അപ്പോൾ ഒരു പെൺകുട്ടി മിണ്ടാതിരുന്നാൽ ഉടൻ തന്നെ നെഗറ്റീവായി ചിന്തിക്കാതെ അവൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ചെറിയ സോറി അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്നൊരു വാക്ക് മതിയാകും ഈ ഒരു മൗനം അലിയിച്ചു കളയാൻ. ബന്ധങ്ങളിൽ ഈഗോയേക്കാൾ നല്ലത് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസമൊക്കെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്